ഹലോ അങ്ങനെ ചെമ്പനീർ പുതിയ പ്രൊമോ ശ്രുതി കാര്യം അറിയാൻ വേണ്ടി അതായത് ചന്ദ്രമതി എന്തുകൊണ്ട് മനസ്സ് മാറി തിരികെ വീട്ടിൽ വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ബാമാൻ്റെ അടുത്ത് നൈസായിട്ട് വന്ന് ചോദിക്കുക കേട്ടോ. അപ്പൊ ബാമാൻ്റിക്ക് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ കരുതിയത് ആന്റി ഒരിക്കലും വരില്ലെന്നാണ്, പിന്നെ എങ്ങനെ വന്നു, എങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബാമാൻ്റിയുടെ വായിൽ നിന്നും അറിയാതെ പുറത്തു വരികയാണ് 2 ലക്ഷം രൂപയുടെ കാര്യം, വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാര്യം. അങ്ങനെ ശ്രുതി കുത്തി കുത്തി ചോദിച്ച് എല്ലാം അറിയുന്നുണ്ട്. ആ പൈസ വരെ നമ്മുടെ ബാമാൻ്റെ അടുത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ എന്താ പറയാ അമ്മയുടെ കസ്റ്റഡിയിൽ ഇപ്പൊ 2 ലക്ഷം രൂപ ഉണ്ടെന്നുള്ള കാര്യം. അപ്പുറത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ പുതിയ പ്ലാനൊക്കെ ആയിട്ട് ഇറങ്ങുവാണേ. ഒരു എന്താ പറയാ കല്യാണ മണ്ഡപത്തിന്റെ ഒരു ചെറിയൊരു കട്ടൗട്ട് നമ്മുടെ രേവതി ഒരുക്കിയിട്ട് അതിങ്ങനെ വെച്ചിരിക്കും. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ആ ഇത് കൊള്ളാലോ ചേച്ചി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, കല്യാണ മണ്ഡപത്തിലൊക്കെ ഇത് പോയി കൊണ്ടേ കാണിച്ച് ഓർഡർ പിടിക്കാനാണ് എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആ ഇത് ഉറപ്പായിട്ടും സക്സസ് ആകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.